ഇന്നത്തെ ഈ പദയാത്രയോടുകൂടി ആദ്യഘട്ടം അവസാനിക്കുക. എന്നാൽ ഇതുകൊണ്ട് കാര്യം അവസാനിക്കില്ല. രണ്ട് കാര്യം കൂടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച കാര്യമായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പാർട്ടി മുന്നണി ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണം. ഞാനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചാനലിൽ നമ്മുടെ മന്ത്രി വാസവൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും എന്തുകൊണ്ടാണ് UDF പിന്നെയും സമരം ചെയ്യുന്നത്? ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഈ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാരോട് വിശ്വാസക്കുറവുണ്ടായിട്ടല്ല. പക്ഷേ ഇവരൊക്കെ പിണറായിൻ്റെ കീഴിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അതുമാത്രമല്ല, സത്യസന്ധമായി റിപ്പോർട്ട് എഴുതിയതിൻ്റെ പേരിൽ ഒരു IPS ഉദ്യോഗസ്ഥനായ യോഗേഷ് ഗുപ്തയ്ക്ക് അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷൻ പോകാനുള്ള പെർമിഷൻ പോലും കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പോലും ഒപ്പിട്ട് കൊടുത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഡെപ്യൂട്ടേഷൻ പോകാൻ കഴിഞ്ഞില്ല. IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡോക്ടർ അശോക്, അദ്ദേഹം കാർഷിക വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞു, കേര കൃഷിയുടെ വികസനത്തിന് വേണ്ടി വേൾഡ് ബാങ്ക് നൽകിയ തുക വകമാറ്റി ചെലവഴിച്ചു എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിന് ഒരു അപ്രധാന കോർപ്പറേഷൻ്റെ ചെയർമാനും MDയുമാക്കി. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ MP തല്ലിയതിന് കോഴിക്കോട് റൂറൽ SP ആയിട്ടുള്ള ബൈജു പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ഞങ്ങളൊരിക്കലും ലാത്തി ചാർജ് ഉദ്ദേശിച്ചില്ല, എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആ പറഞ്ഞതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ചേർന്ന CPM യോഗത്തിൽ ശ്രീ EP ജയരാജനും TP രാമകൃഷ്ണൻ ഉൾപ്പെടെ ഇനി ബൈജുവിനെ പറയാൻ ഡിക്ഷണറിയിലൊന്നും ബാക്കി വെച്ചിട്ടില്ല. ഇവിടെയും ഞങ്ങൾ ഭയപ്പെടുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കുമ്പോൾ അത് മുഖ്യമന്ത്രിക്കല്ല നേരിട്ട് കൊടുക്കുന്നത്, പക്ഷേ ഹൈക്കോടതിക്കാണ്. പക്ഷേ മുഖ്യമന്ത്രി എന്ത് ചെയ്യും? തനിക്ക് ഹിതകരമല്ലാത്ത റിപ്പോർട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കി ഹൈക്കോടതിക്ക് നൽകുന്നതെങ്കിൽ മറ്റൊരു കേസിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ പിണറായി ശിക്ഷിക്കാൻ നോക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിലുണ്ട്. അതുകൊണ്ട് CBI അന്വേഷിക്കണം. പക്ഷേ CBIയിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകനയച്ച ED നോട്ടീസ് ആവിയായി പോയല്ലോ. CBIക്കാരും വലിയ മോശമൊന്നുമല്ല, കാരണം രണ്ടും തമ്മിൽ രഹസ്യ ബന്ധമാണ്, കേന്ദ്രവും കേരളവുമായിട്ട്. ഞങ്ങൾ പറയുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം CBI അന്വേഷണം നടത്താൻ. ഇതിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നത് വരെ ഈ സമരം അവസാനിക്കാൻ പോകുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.